ഡിയർ സ്റ്റുഡൻസ്, നാളെ നടക്കാനിരിക്കുന്ന +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷന് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകരിക്കും. നമുക്ക് നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ മുതൽ 16ാമത്തെ ചാപ്റ്റർ വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഇഫ് u equal to 1, 2, 3, 4, 5, 6, 7, 8, 9 and capital A equal to 1, 3, 5, 6, 7, B equal to 2, 4, 6, 8, verify that A union B all complement equal to A complement intersection B complement. ഒന്നാമത്തെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സെറ്റ് ഓപ്പറേഷൻസ് ഒരു വിധമെല്ലാം അതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. യൂണിയൻ ഉണ്ട്, ഇൻ്റർസെക്ഷൻ ഉണ്ട്, കോംപ്ലിമെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരുവിധം എല്ലാ ചോദ്യ പേപ്പറിലും നമ്മൾ കാണുന്ന ഒരു ചോദ്യമാണ്. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ശ്രദ്ധിക്കുക, റെപ്രസെൻറ്റ് ദി എബോവ് സെറ്റ്സ് യൂസിങ് എ വെൻ ഡയഗ്രം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് വെൻ ഡയഗ്രം. നമുക്ക് 6 മാർക്കിനൊക്കെ വരുന്ന ചോദ്യങ്ങളിൽ വെൻ ഡയഗ്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. ഡി മോർഗൻസ് ലോയിൽ ഒന്നാമത്തെ ലോ ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. എ യൂണിയൻ ബി ഓൾ റേസ് ടു ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യുന്നതിന് നമ്മൾ ആദ്യം എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം, ബി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇത് യൂണിവേഴ്സൽ സെറ്റാണ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോഴേ എങ്ങനെ കണ്ടുപിടിക്കാം? എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എയിലില്ലാത്ത യുവിലുള്ള എലമെൻറ്റ്. അപ്പോൾ നമുക്കതിനെ u - a ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എയിലില്ലാത്ത യുവിലുള്ള എലമെൻറ്റ് എന്ന് പറയുമ്പോൾ 2, 4, 6 ഇല്ല, 6 നമുക്ക് എയിലുണ്ട്. അപ്പോൾ 6 ഇല്ല, 2, 4, പിന്നെ 7 എയിലുണ്ട്, 8, 9. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് ആണ് എ കോംപ്ലിമെൻറ്റിലുള്ളത്. 2, 1 നമുക്ക് യുവിലുണ്ട്, അപ്പം എയിലും ഉണ്ട്. അപ്പോൾ 1 പറ്റില്ല. 2, പിന്നെ 3 എയിലുണ്ട്, 4 എഴുതാം, 8 ഇല്ല, അപ്പോൾ 8 എഴുതാം, 9. അപ്പോൾ ഇതാണ് എ കോംപ്ലിമെൻറ്റ്. ഇനി ബി കോംപ്ലിമെൻറ്റ് നമുക്ക് ഇതേപോലെ എഴുതാം. ലുക്ക് അറ്റ് ദി സെറ്റ്സ് യു ആൻഡ് ബി. ബിയിലില്ലാത്ത യുവിലുള്ള എലമെൻറ്റ്. അപ്പോൾ നമുക്കതിനെ 1, 3, 5, 7, 9 ഇത്രയും എലമെൻറ്റ്സ് ആണ് ബി കോംപ്ലിമെൻറ്റിലുള്ളത്. അപ്പോൾ നമുക്ക് വെരിഫൈ ചെയ്യേണ്ട റിസൾട്ടിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. LHS ഈക്വൽ ടു എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ അവിടെ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഏത് വേണം? എ യൂണിയൻ ബി വേണം. അപ്പോൾ അവിടെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എ യൂണിയൻ ബി കണ്ടുപിടിക്കാം. എ യൂണിയൻ ബി ഈക്വൽ ടു എയിലുള്ളതും ബിയിലുള്ളതും എല്ലാ എലമെൻറ്റും നമുക്ക് എഴുതണം. അപ്പോൾ എയിലുള്ള 1, 3, 5, 6, 7, പിന്നെ ബിയിലുള്ള 2, 4, 6, 8. അപ്പോൾ നമുക്കതിനെ രണ്ടിലുള്ള എല്ലാ എലമെൻറ്റും എഴുതണം. അപ്പം 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8. ഇനി അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റ്. എ യൂണിയൻ ബിയിൽ ഇല്ലാത്ത യുവിലുള്ള എലമെൻറ്റ്. ദഫോർ ദാറ്റ് ഈസ് ഓൺലി 9 അല്ലേ. 9 മാത്രമല്ലേ ഒഴിവായിട്ടുള്ളൂ. അപ്പോൾ 9 വരും. അപ്പോൾ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 9. ഇനി RHS കണ്ടുപിടിക്കാൻ നമുക്ക് RHS ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റിലും ബി കോംപ്ലിമെൻറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് ഏതാണെന്ന് നോക്കാം. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. എ കോംപ്ലിമെൻറ്റിലും ബി കോംപ്ലിമെൻറ്റിലും പൊതുവായിട്ടുള്ള എലമെൻറ്റ് ഏതാണ്? 9 ആണ്. അപ്പോൾ നമുക്കതിനെ സെറ്റ് 9 എന്ന് എഴുതാം. അപ്പോൾ വെരിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള റിസൾട്ടും എക്സ്പ്രഷനും റൈറ്റിലുള്ള എക്സ്പ്രഷൻ്റെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് രണ്ട് ഈക്വലാന്ന് പറയുന്നു. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു LHS ഈക്വൽ ടു RHS. രണ്ടും സെറ്റ് 9 ആണ്. ദഫോർ വി ക്യാൻ റൈറ്റ് LHS ഈക്വൽ ടു RHS. ഹെൻസ് ദ റിസൾട്ട് ഈസ് വെരിഫൈഡ്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി എന്താ പറയുന്നത്? റെപ്രസെൻറ്റ് ദി എബോവ് സെറ്റ്സ് യൂസിങ് എ വെൻ ഡയഗ്രം. അപ്പോൾ വെൻ ഡയഗ്രത്തിൽ നമ്മളിതിനെ കാണിക്കാനാണ് പറയുന്നത്. വെൻ ഡയഗ്രം വരക്കുമ്പോൾ നമ്മൾ ആദ്യം വരക്കേണ്ടത് യൂണിവേഴ്സൽ സെറ്റാണ്. അതിനെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ നമുക്ക് വരക്കാം. പിന്നെ അതിനുള്ളിൽ 2 സെറ്റുകൾ എയും ബിയും വരക്കാം. പിന്നെ അതിലുള്ള എലമെൻസിനെ അതിനകത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ നടുക്ക് വരുന്ന ഈ ഭാഗം
ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റിനെ ആ നടുക്കുള്ള പോർഷനിൽ നമ്മൾ എഴുതണം. അപ്പോൾ 6നെ നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബിയിൽ എഴുതാം. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻ്റാണ് 6. ഇനി എയിൽ മറ്റുള്ള എലമെൻസിനെ ചേർക്കാം. 1, 3, 5, 7. അപ്പോൾ 1, 3, 5, 6, 7 ആണ് എ. ഇനി ബിയിലുള്ള എലമെൻറ്റ്സ് 2, 4, 6, 8. അപ്പോൾ 6 ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ 2, 4, 8നെ നമുക്ക് ബാക്കിയുള്ള ഭാഗത്ത് ബിയിൽ എഴുതി കൊടുക്കാം. ഇനി യുവിൽ ബാക്കിയുള്ളത് 9 ആണ്. 9നെ നമുക്ക് എവിടെ എഴുതാം? പുറത്തെഴുതാം. എയിലും ബിയിലും ഇല്ലാത്ത എലമെൻ്റാണ് ആര്? 9. അപ്പോൾ 9നെ പുറത്ത് എവിടെയെങ്കിലും മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്യാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വെൻ ഡയഗ്രത്തിനകത്ത് ഈ എലമെൻസിനെ നമ്മൾ മാർക്ക് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇത്രയും ചെയ്താൽ ഈ ചോദ്യത്തിൻ്റെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഡിമോർഗൻസ് ലോൻ്റെ അപ്ലിക്കേഷൻ, അതുപോലെ വെൻ ഡയഗ്രം, ഇതൊക്കെ സ്ഥിരമായിട്ട് എക്സാമിന് വരുന്ന ചോദ്യങ്ങളാണ്. ഈ രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ സ്ഥിരമായിട്ട് നമുക്ക് ഒരുവിധം എല്ലാ ചോദ്യ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണ് ഒരു ഗ്രാഫ് വരക്കുക എന്നുള്ളത്. അതിൽ മിക്കവാറും മോഡുലസ് ഫംഗ്ഷനിൻ്റെ ഗ്രാഫ് വരക്കാനാണ് ചോദിക്കാറ്. അത് നമുക്കറിയാം, മോഡുലസ് ഫംഗ്ഷൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് അല്ലേ. അതായത് മോഡ് എക്സ് മാത്രമായിട്ട് ചോദിക്കാം, അതുപോലെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 അല്ലെ എക്സ് മൈനസ് 2 അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 ആ രീതിയിൽ വരാം. അല്ലെങ്കിൽ മോഡ് എക്സ് പ്ലസ് 1 ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്ന ചോദ്യം പോലെ വരാം. അല്ലെങ്കിൽ മോഡ് എക്സ് മൈനസ് 1 ഈ രീതിയിൽ വരാം. അപ്പോൾ ഈ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രാഫ് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പം മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് മിക്കവാറും ചോദ്യങ്ങളിൽ വരാറുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമുക്ക് മോഡ് എക്സ് പ്ലസ് 1ൻ്റെ ഗ്രാഫ് വരക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ വാല്യൂസ്, ഫംഗ്ഷൻ്റെ വാല്യൂസ് വരുന്ന ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂസ് വരുന്ന ഒരു ടേബിൾ വരക്കുന്നു. അത് വരക്കുന്നത് ശ്രദ്ധിക്കുക, നമ്മൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസാണ് എടുക്കുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും കുറച്ചധികം വാല്യൂസ് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ, വൈയുടെ വാല്യൂ, നമുക്കിതിന് മുകളിൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്, അതായത് മോഡ് എക്സ് പ്ലസ് 1 എഴുതാം. ഇതിൽ നമുക്ക് കുറച്ച് വാല്യൂസ് എടുക്കാം, കുറച്ച് പോസിറ്റീവ് വാല്യൂസ് എടുക്കാം, കുറച്ച് നെഗറ്റീവ് വാല്യൂസ് എടുക്കാം. ആദ്യം 0 എടുക്കാം, 1, 2, 3, 4. അപ്പോൾ 1, 2, 3, 4 4 വാല്യൂസ് എടുത്തിട്ടുണ്ട്. അതുപോലെ നെഗറ്റീവ് വാല്യൂസ് എടുക്കാം നമുക്ക്. -1, -2, -3, -4. അപ്പോൾ ഇത്രയും വാല്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ മോഡ് എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ മോഡ് 0 പ്ലസ് 1, ദാറ്റ് ഈസ് 0 പ്ലസ് 1 1. മോഡ് 1 കൊടുക്കുമ്പോൾ, എക്സിന് 1 കൊടുക്കുമ്പോൾ മോഡ് 1 പ്ലസ് 1 2. മോഡ് 2 2 പ്ലസ് 1 3. മോഡ് 3 പ്ലസ് 1 ദാറ്റ് ഈസ് 4. മോഡ് 4 പ്ലസ് 1 5 വരും. ഇനി -1 കൊടുക്കുമ്പോൾ -1ൻ്റെ മോഡ് നമുക്കറിയാം 1 ആണ്. 1 പ്ലസ് 1 2 വരും. മോഡ് -2 2 പ്ലസ് 1 3. മോഡ് -3 3 പ്ലസ് 1 4. മോഡ് -4 4 പ്ലസ് 1 5. അപ്പോൾ എല്ലാം പോസിറ്റീവ് വാല്യൂസാണ് നമുക്ക് കിട്ടുക വൈക്ക് അല്ലേ. അതായത് മോഡുലസ് ഫംഗ്ഷനാണ്. അപ്പോൾ അതിനോട് നമ്മൾ പിന്നെയും 1 ആഡ് ചെയ്യുന്നു, പോസിറ്റീവ് വാല്യൂ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും പോസിറ്റീവ് വാല്യൂ കിട്ടുക. അപ്പോൾ ഇവിടെ കിട്ടുന്നതൊക്കെ പോസിറ്റീവ് വാല്യൂസാണ്. ഇനി ചെയ്യേണ്ടത്, ആദ്യം ഈ ടേബിൾ തീർച്ചയായിട്ടും നിങ്ങൾ വരക്കണം. ഇതില്ലാതെ നിങ്ങൾ ഗ്രാഫ് ഒന്നുപോലും വരക്കാൻ പാടില്ല. ഗ്രാഫ് വരക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ വാല്യൂസ് വേണം. ഇതില്ലാതെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്കിതിനുള്ള ഫുൾ മാർക്ക് നഷ്ടപ്പെടുന്നുള്ളത് തീർച്ചയായിട്ടും നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഇത് വരച്ച് കാണിക്കണം ഈ വാല്യൂസ്. ഇനി എക്സ് ആക്സും വൈ ആക്സും വരച്ചിട്ട് നമ്മളതിൻ്റെ പോയിൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഗ്രാഫ് വരക്കുന്നതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ് ആക്സും വൈ ആക്സും നമ്മൾ വരയ്ക്കും. അതിൽ നമ്മുടെ ഗ്രാഫിന് ആവശ്യമായ വാല്യൂസ് കിട്ടുന്ന രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യലാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് നമുക്കിപ്പോൾ അറിയാം പോസിറ്റീവ് വാല്യൂസാണ് വൈയിലുള്ളത്. അപ്പോൾ നമ്മൾ വൈയിൽ ആ പോസിറ്റീവ് വാല്യൂസ് കിട്ടുന്ന രീതിയിലായിരിക്കണം ആക്സിസിൽ വാല്യൂസ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ എക്സ് ആക്സിൽ ഉള്ള പോയിൻറ്റ്സ് വലത്തോട്ട് പോസിറ്റീവ് വാല്യൂസും ഇടത്തോട്ട് നെഗറ്റീവ് വാല്യൂസും മാർക്ക് ചെയ്തു. അതുപോലെ വൈ ആക്സിൽ മുകളിലേക്ക് പോസിറ്റീവ് വാല്യൂസും
താഴോട്ടേക്ക് നെഗറ്റീവ് വാല്യൂസ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് പോയിൻറ്റ്സ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ ടേബിളിൽ നോക്കിയാണ് നമ്മൾ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടേബിളിലേക്കൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ വാല്യൂസ് 0ൻ്റെ ഇമേജ് 1 ആണ്, 1ൻ്റെ ഇമേജ് 2 ആണ്, 2ൻ്റെ ഇമേജ് 3 ആണ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് 0 1 1 2 2 3 3 4 4 5 ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന്. അതായത് നമ്മൾ 0ൽ 1 ആണ്. അപ്പോൾ നമ്മൾ ആ പോയിൻ്റ് 1 എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്യണം. നമുക്ക് റെഡ് ഇങ്ക് ഉപയോഗിച്ചൊന്ന് മാർക്ക് ചെയ്യാം, അന്നേരം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. റെഡ് ഇങ്ക് ഉപയോഗിക്കാം. ആദ്യത്തെ 0ൻ്റെ ഇമേജ് 1 ആണ്. അപ്പോൾ നമുക്കിവിടെ 0ൻ്റെ ഇമേജ് നമുക്ക് 1 മാർക്ക് ചെയ്യാം. റെഡ് ആകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ പോയിൻറ്റ്സിനെ കാണാൻ പറ്റും. 1 നമുക്ക് 0 1 എന്നുള്ള പോയിൻ്റ് മാർക്ക് ചെയ്യാം. 1ൻ്റെ ഇമേജ് 2 ആണ്. അപ്പോൾ 1 2 എന്ന് പറയുന്ന പോയിൻ്റ് നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നു. 2 3 അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നു. 2 3 എന്ന് പറയുമ്പോൾ 2 x ആക്സിലും 3 y ആക്സിലും വരുന്ന അതേ ജോയിൻ ചെയ്യുന്ന ആ പോയിൻ്റാണ് നമ്മൾ എടുക്കേണ്ടത്. 3 4 ആണ് അല്ലേ. അപ്പോൾ 3 4 എന്ന് പറയുന്ന പോയിൻ്റ് 3 x ആക്സിൽ 3യുടെ നേരെയും y ആക്സിൽ 4ന് നേരെയും വരുന്ന പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. 4 5 ആണ്. അപ്പോൾ 4 5 എന്നുള്ള പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമുക്ക് പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞു. വലതുഭാഗത്തുള്ള പോയിൻറ്റ്സ് കിട്ടി. ഇനി -1ൻ്റെ ഇമേജ് 2 ആണ്. അപ്പോൾ നമുക്കതിനെ -1 2 എന്നുള്ള പോയിൻ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. -1 2. അടുത്തത് -2 3 ആണ്. -2 3 എന്നുള്ള പോയിൻ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി -3 4 ആണ്. അപ്പോൾ -3 4 എന്നുള്ള പോയിൻ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. -4 5 -4 5 അതുപോലെ നമുക്ക് മാർക്ക് ചെയ്യാം. -4 5. അപ്പോൾ ഈ റെഡ് കൊണ്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പോയിൻറ്റ്സ് ആണ് നമ്മുടെ പോയിൻറ്റ്സ്. ഇനി ഇതിനെ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്ത് വരക്കണം. സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് വരക്കാം. കാരണം മോഡെക്സിൻ്റെ ഡെഫിനിഷൻ പ്രകാരം അത് വലത് ഭാഗത്ത് എക്സ് ആണ്. അപ്പോൾ ഇടത് ഭാഗത്ത് -x അങ്ങനെയുള്ള ഡെഫിനിഷനിലേക്ക് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ പോലെ തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണ്. അതുകൊണ്ട് നമുക്കതിനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഗ്രാഫിൻ്റെ ആകൃതി ശ്രദ്ധിക്കുക. വി ഷേപ്പിലാണ് എപ്പോഴും മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഉണ്ടാവുക. അതിന് ഏത് ടൈപ്പ് മോഡുലസ് ഫംഗ്ഷൻ ആയാലും അത് വി ഷേപ്പിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അവിടെ എന്താണ് 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് ആ വി ഷേപ്പ് വന്നിട്ടുള്ളത് അല്ലേ. അതായത് നമ്മുടെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? f(x) = mod x + 1 ആണ്. അപ്പോൾ ഇവിടെ mod x + 1 ആകുമ്പോൾ അതിൻ്റെ ആ ടേൺ വരുന്നത് 1 y ആക്സിൽ 1 എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ് അത് ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിൽ mod x + 1 ആകുമ്പോൾ 1 മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് നീങ്ങിയിട്ടുള്ള ഗ്രാഫാണ് കിട്ടുക. വെറും mod x ആണ് നമുക്കറിയാം 0യിലൂടെയാണ് പോകുന്നത് അല്ലേ. പിന്നെ mod x - 1 ആണെങ്കിൽ താഴെയായിരിക്കും. അപ്പോൾ ഇതിന് ഡൊമെയിനും റേഞ്ചും എഴുതാനുള്ള എളുപ്പ വഴി പറയാം. ഡൊമെയിൻ നമുക്കറിയാം എന്താണ്? റിയൽ സെറ്റാണ്. അപ്പോൾ ഡൊമെയിനിൽ ഒരു മാറ്റവും ഇല്ല. ഡൊമെയിൻ നമുക്ക് ഉടനെ എഴുതാം. എന്താണ്? ഡൊമെയിൻ R ആണ്. റേഞ്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു എളുപ്പ വഴി പറയാം. റേഞ്ച് എഴുതുമ്പോൾ ഇതുപോലത്തെ ഫംഗ്ഷൻ്റെ റേഞ്ച് എഴുതുമ്പോൾ mod x കഴിഞ്ഞ് വരുന്ന നമ്പർ ഏതാണ്? 1 ആണ്, +1 ആണ് അല്ലേ. അപ്പോൾ 1 to ∞ ആയിരിക്കും ഇതിൻ്റെ റേഞ്ച്. കാരണം ഇതിൻ്റെ ഗ്രാഫ് കിടക്കുന്ന രീതി ശ്രദ്ധിക്കുക. 1ന് മുകളിലോട്ടാണ് ഗ്രാഫിൻ്റെ എല്ലാ വാല്യൂസും ഉള്ളത് അല്ലേ, വൈയുടെ വാല്യൂസ്. അതുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് മേലേക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതിൻ്റെ റേഞ്ച് എന്താണ്? 1 to ∞ ആയിരിക്കും. 1 to ∞. അപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ 2 to ∞ ആയിരിക്കും. mod x - 1 ആണെങ്കിലോ -1 to ∞ ആയിരിക്കും ഗ്രാഫ്. അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യണം. ക്ലോസ്ഡ് 1 to ∞. അപ്പോൾ ക്ലോസ് ചെയ്ത് സ്ക്വയർ ബ്രാക്കറ്റാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ഒന്ന് ശ്രദ്ധിക്കുക, സ്ക്വയർ ബ്രാക്കറ്റാണ്. ഇങ്ങനെ വ്യക്തമായിട്ട് നമ്മൾ ആ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. ഇൻഫിനിറ്റിയുടെ ഭാഗത്ത് ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് റേഞ്ച് ഓഫ് ദി ഫങ്ഷൻ.
അപ്പോൾ ഇവിടെ mod x പ്ലസ് 1 ആകുമ്പോൾ 1 to infinity, mod x മൈനസ് 1 ആണെങ്കിൽ -1 to infinity, mod x പ്ലസ് 2 ആണെങ്കിൽ 2 to infinity, ഇങ്ങനെ വരും. അപ്പോൾ ഏത് മോഡുലസ് ഫംഗ്ഷൻ ആണെങ്കിലും അതിൻ്റെ എല്ലാ വാല്യൂസ് എപ്പോഴും വാല്യൂസ് എപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഉള്ളിൽ mod x മാത്രമുള്ള ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ച് എഴുതാനുള്ള എളുപ്പ വഴിയുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫെങ്കിൽ ഇതുപോലുള്ള മോഡുലസ് ഫംഗ്ഷൻ്റെ എപ്പോഴും റേഞ്ച് എന്തായിരിക്കും? 0 to infinity ആയിരിക്കും. പുറത്ത് വരുമ്പോൾ പുറത്തേക്ക് നമ്പർ വരുന്ന ഇങ്ങനെ വരുന്ന ടൈപ്പാണെങ്കിൽ അതിനെ ശ്രദ്ധിക്കുക, ആ നമ്പർ ടു ഇൻഫിനിറ്റിന്ന് കൊടുക്കണം റേഞ്ച്. അപ്പോൾ എളുപ്പ വഴി ഓർത്ത് വെക്കാനുള്ള എളുപ്പ വഴി പറഞ്ഞതാണ്. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ഒരു ചോദ്യം ട്രിഗണോമെട്രിയിൽ നിന്നാണ്. തീർച്ചയായിട്ടും 100% നമുക്ക് ഇങ്ങനെയൊരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാകും, പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൽ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുന്നു. LHS ഈക്വൽ ടു sin 5x പ്ലസ് sin 3x ഡിവൈഡഡ് ബൈ cos 5x പ്ലസ് cos 3x. ഇവിടെ നമുക്ക് ട്രിഗണോമെട്രിയുടെ ഫോർമുലയാണ്. നമുക്ക് ഏത് ഫോർമുലയാണ് വേണ്ടത്? നമുക്ക് ഈ ഫോർമുല എഴുതുമ്പോഴതിന് മാർക്ക് കിട്ടും. ഫോർമുല എഴുതണം തീർച്ചയായിട്ടും നിങ്ങൾ. നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഫോർമുല sin a പ്ലസ് sin b, അതുപോലെ cos a പ്ലസ് cos b, അതായത് പ്രൊഡക്റ്റ് ഫോർമുല എന്ന് പറയും ട്രിഗണോമെട്രിയിൽ. അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ന്യൂമറേറ്ററിൽ sin a പ്ലസ് sin b ആണ് കൊടുക്കേണ്ടത്. അത് നമുക്കൊന്ന് എഴുതി നോക്കാം. sin a പ്ലസ് sin b എന്താണ് ആ ഫോർമുല? നമ്മുടെ ഫോർമുല വരുന്നത് sin a പ്ലസ് sin b എന്ന് പറയുമ്പോൾ 2 sin a പ്ലസ് b ബൈ 2. അപ്പോൾ ആംഗിൾ എയും ബിയും കൂട്ടി അതിൻ്റെ പകുതി എടുക്കണം. അതുപോലെ cos a മൈനസ് ബി ബൈ 2. അതുപോലെ ഡിനോമിനേറ്ററിൽ cos a പ്ലസ് cos b ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 2 cos a പ്ലസ് b by 2 then cos a minus b by 2 ഇങ്ങനെ. അപ്പോൾ ഈ രണ്ട് ഫോർമുലയാണ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ന്യൂമറേറ്ററിൽ നമുക്കിത് ആദ്യത്തേത് അപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്ററിൽ രണ്ടാമത്തേത് കൊടുക്കാം. അപ്പോൾ അവിടെ കിട്ടുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ 2 sin 5x പ്ലസ് 3x, a ആണ് 5x, b ആണ് 3x ബൈ 2 cos 5x മൈനസ് 3x ബൈ 2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നമുക്ക് രണ്ടാമത്തെ ഫോർമുല കൊടുക്കാം. 2 cos 5x പ്ലസ് 3x ബൈ 2 again cos 5x മൈനസ് 3x ഡിവൈഡഡ് ബൈ 2. ഇതിൽ കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും കോമൺ ആയിട്ടുള്ള ഇത് നമുക്ക് കട്ട് ചെയ്യാം. അതായത് 2 ക്യാൻസലായി. അതുപോലെ cos 5x മൈനസ് 3x ബൈ 2 cos 5x മൈനസ് 3x ബൈ 2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട്. നമുക്കത് ക്യാൻസൽ ചെയ്യാം. അത് ഫുള്ളായിട്ട് ക്യാൻസൽ ചെയ്യണം. അല്ലാതെ പലപ്പോഴും കുട്ടികൾ കോസും മാത്രമായിട്ട് കട്ട് ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കോസ് എന്ന് പറഞ്ഞൊരു ആംഗിളും കൂടി വന്നാലേ അതിന് മീനിങ് ഉള്ളൂ. അപ്പോഴത് ഫുള്ളായിട്ടും നമ്മൾ ക്യാൻസൽ ചെയ്യണം. ഒരേപോലെ വന്നാലേ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ cos 5x മൈനസ് 3x ബൈ 2 cos 5x മൈനസ് 3x ബൈ 2 ഫുള്ളായിട്ട് കട്ട് ചെയ്യും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 5x പ്ലസ് 3x 8x ബൈ 2 4x ഡിവൈഡഡ് ബൈ cos 5x പ്ലസ് 3x 8x ബൈ 2 4x. അപ്പോൾ ആംഗിൾ നമ്മൾ എയും ബിയും കൂട്ടി പകുതിയാക്കുന്നു. sin 4x ബൈ cos 4x നമുക്കറിയാം sin തീറ്റ ബൈ cos തീറ്റ എന്താണ്? tan തീറ്റ. അപ്പോൾ tan 4x വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? RHS കിട്ടിക്കഴിഞ്ഞു അല്ലേ? അപ്പോൾ പ്രൂഫായി. ഇതാണ് അതിൻ്റെ പ്രൂഫ്. തീർച്ചയായിട്ടും ഇതുപോലെ ചിലപ്പോൾ നമ്പറിലൊരു മാറ്റം ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതുപോലുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരിക്കും. ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ഇനീക്വാലിറ്റീസ് എന്ന ചാപ്റ്ററിലുള്ള ചോദ്യമാണ്. അത്തരത്തിലുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും 6 മാർക്കിൻ്റെ സെക്ഷനിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ ഉറപ്പാണ്, 100% ഉറപ്പാണ് ഇതുപോലുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് 6 മാർക്കിൻ്റെ സെക്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ സോൾവ് ചെയ്യുക, ഗ്രാഫിക്കലി സോൾവ് ചെയ്യാനാണ് പറയുന്നത്.
തീർച്ചയായിട്ടും ഒരേ ആക്സിസിലാണ് നമ്മൾ ഇതിൻ്റെ ഗ്രാഫുകൾ വരക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഗ്രാഫ് വരക്കേണ്ടതെന്ന് ആദ്യം നമുക്ക് തീരുമാനിക്കാം. ഇതിൽ തന്നിട്ടുള്ള ഇന്നീക്വാലിറ്റീസ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഇന്നീക്വാലിറ്റിയിലുള്ള ഗ്രാഫും ഇതിലും ഉള്ള ഗ്രാഫും നമുക്ക് രണ്ടെണ്ണം വരക്കാനുണ്ട്. ഇനി ഇവിടെ എക്സ് ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഫസ്റ്റ് ക്വാഡ്രൻ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രാഫ് വരക്കേണ്ട രീതിയിലേക്ക് പോകാം. ആദ്യത്തെ ഗ്രാഫ് നമ്മൾ വരക്കേണ്ടത് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8ൻ്റെ ഗ്രാഫാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ടേബിൾ, എല്ലായ്പ്പോഴും ഗ്രാഫ് വരക്കുമ്പോൾ നമ്മളൊരു ടേബിൾ ഉണ്ടാക്കണം. എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് വരുന്ന ടേബിൾ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാൻ നമുക്ക് വേണ്ടത് 2 പോയിൻ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് 2 പോയിൻറ്റിന് 2 കള്ളിയുള്ള ബോക്സ് നമുക്ക് വേണ്ടു. അപ്പോൾ അവിടെ നമ്മൾ എക്സിന് ഈ ഇക്വേഷനിൽ 0 എന്ന് കൊടുക്കാം. അപ്പോൾ വൈക്ക് കിട്ടുന്നത് എന്താണ്? 0 + 2y = 8. അപ്പോൾ 2y = 8, y = 4 കിട്ടും അല്ലേ? ഇനി വൈക്ക് 0 കൊടുക്കാൻ നമുക്ക് എളുപ്പത്തിൽ പോയിൻ്റ് കണ്ടുപിടിക്കാനുള്ള വഴിയാണ് പറയുന്നത്. വൈക്ക് 0 കൊടുക്കുകയാണെങ്കിൽ എക്സിന് എന്ത് കിട്ടും? 8 കിട്ടും. അപ്പോൾ ആദ്യത്തെ ലൈന് വരക്കാനുള്ള ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ലൈന് വരക്കാനുള്ള ബോക്സ് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് മാർക്കുണ്ട്, നിങ്ങൾ പോയിൻ്റ് കണ്ടുപിടിക്കുന്നതിന് മാർക്കുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തതിൻ്റെ ബോക്സാണ് ഞാൻ വരക്കുന്നത്. അതായത് 2x + y = 8. നമ്മൾ ഗ്രാഫ് വരക്കുമ്പോൾ ഈ ഇന്നീക്വാലിറ്റി ഒഴിവാക്കിയിട്ട് ഈക്വൽ ടു എന്ന് എടുത്തിട്ടാണ് നമ്മൾ പോയിൻ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ എക്സിന് 0 എന്ന് കൊടുക്കുന്നു. അപ്പോഴെന്ത് കിട്ടും? വൈക്ക് 8 കിട്ടും. വൈക്ക് 0 കൊടുത്താലോ എക്സിന് 4 കിട്ടും. അപ്പോൾ നമ്മളെ പോയിൻ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രാഫ് വരക്കണം. അപ്പോൾ ഈ 2 സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഗ്രാഫ് നമ്മൾ ഒരേ ആക്സിസിലാണ് വരക്കേണ്ടത്. സെപ്പറേറ്റ് ആയിട്ടല്ല വരക്കേണ്ടത്, ഒരേ ആക്സിസിൽ. അപ്പോൾ നമ്മളെങ്ങനെ വരക്കുന്നത് നമുക്ക് നോക്കാം. ഇതിലാദ്യത്തെ ലൈനിൻ്റെ പോയിൻറ്റ്സാണ് 0, 4, 8, 0. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പല കുട്ടികളും തെറ്റിക്കാറുള്ള കാര്യമാണ്. പോയിൻ്റ് പ്ലോട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പ്ലോട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെയിറ്റ് ലൈന് തെറ്റിപ്പോകും. അപ്പോൾ ഇവിടെ നമുക്ക് 0, 4 എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെയാണ്, 8, 0 എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെയാണ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരക്കാൻ. നമുക്കൊന്ന് ലൈൻ വരച്ച് നോക്കാം. നമ്മുടെ ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ പോയിൻറ്റ്സ് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. അത് 0, 8ഉം 4, 0 ആണ്. അപ്പോൾ നമുക്കത് 0, 8 എന്ന് പറയുന്ന പോയിൻ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. 0, 8 ഇവിടെയാണ്, റെഡ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. 4, 0 എന്ന് പറയുന്ന പോയിൻ്റ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ 2 പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. രണ്ടിലൂടെയും പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ലൈന് റെഡി ആയിട്ടുണ്ട്. ഇവിടെ 0, 4ഉം 0, 8ഉം 4, 0ഉം ചേർത്തിട്ടുള്ള ലൈൻ. അപ്പോൾ 2 സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ 6 മാർക്കിൽ നിങ്ങൾക്ക് ഈ 2 സ്ട്രെയിറ്റ് ലൈൻ വരക്കുന്നതിന് നിങ്ങൾക്ക് ഈ ബോക്സ് അടക്കമുള്ള വാല്യൂസിൽ നമുക്ക് കിട്ടുന്നത് 4 മാർക്ക് അവിടെ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കണം അല്ലേ? എങ്ങനെയാണ് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിക്കുക. ആദ്യത്തെ ഇന്നീക്വാലിറ്റി എക്സ് പ്ലസ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, നമ്മുടെ ഫീസിബിൾ റീജിയനും കൂടി കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ എക്സ് പ്ലസ് 2y <= 8 ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇന്നീക്വാലിറ്റിയിൽ നമ്മുടെ ലൈൻ ഇതാണ് അല്ലേ? ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈൻ ഏതാണ്? ഈ ലൈനാണ്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും ഈ ഇന്നീക്വാലിറ്റിയുടെ സൊല്യൂഷൻ റീജിയൻ. അപ്പോൾ നമുക്കതിന് ഏത് ഭാഗത്താണെന്ന് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഒറിജിൻ ഉണ്ട് അല്ലേ? ഈ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇന്നീക്വാലിറ്റിയിൽ നമ്മൾ ഒറിജിൻ്റെ വാല്യൂ കൊടുക്കുന്നു. അതായത് എക്സിന് 0 എന്ന് കൊടുക്കുന്നു, വൈക്ക് 0 കൊടുക്കുന്നു. അപ്പോൾ 0 + 0 <= 8 എന്ന് കിട്ടും. അതായത് 0 <= 8 എന്ന് കിട്ടും. ശ്രദ്ധിക്കേണ്ടത് ഈ ഇന്നീക്വാലിറ്റി കറക്റ്റ് ആണോ നോക്കുക. നമുക്കറിയാം 0 എന്ന് പറയുന്ന വാല്യൂ 8നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒറിജിൻ എന്ന് പറയുന്ന പോയിൻ്റ് ഈ ഇന്നീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഒറിജിനുള്ള ഭാഗത്തേക്ക് ഷെയ്ഡ് കൊടുക്കാം. അതായത് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഏതാണ്? ഒറിജിനുള്ള ഭാഗത്താണ്. അപ്പോൾ ഒറിജിനുള്ള ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം? ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് കാണിക്കാം. അപ്പോൾ ഇതാണ് ഇന്നീക്വാലിറ്റിയുടെ റീജിയൻ വരുന്നത്, ഒന്നാമത്തെ ഇന്നീക്വാലിറ്റിയുടെ. ഇനി രണ്ടാമത്തെ ഇന്നീക്വാലിറ്റി ഇതേപോലെ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് 2x + y <= 8 ആണ്. ഇവിടെയും നമുക്കറിയാം രണ്ടാമത്തെ ലൈൻ ഇതാണ് അല്ലേ? ഇതിൻ്റെ ഒരു ഭാഗത്ത് ഒറിജിൻ ഉണ്ടല്ലോ,
നമുക്ക് എക്സിനും വൈക്കും ഒറിജിൻ്റെ വാല്യൂസ് കൊടുക്കാം. അതായത് എക്സിന് 0 എന്ന് കൊടുക്കാം, 2 × 0 0, വൈക്കും 0 കൊടുക്കാം. അപ്പോൾ ഇന്നീക്വാളിറ്റി എങ്ങനെ വരും? 0 <= 8. നമുക്കറിയാം അത് കറക്റ്റാണ് അല്ലേ? കറക്റ്റാണ്, ഇത് ശരിയാണ്. അപ്പോൾ ശരിയായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് പറയാം ഒറിജിൻ അതിൻ്റെ ഇന്നീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഒറിജിൻ ഉള്ള ഭാഗത്താണ് അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ. ഇനി അഥവാ ഇത് തിരിച്ചിട്ടാണെങ്കിലോ, തിരിച്ചിട്ട് ഇന്നീക്വാളിറ്റി തിരിച്ചിട്ടാണെങ്കിൽ നമുക്കറിയാം തെറ്റായിരിക്കും അല്ലേ? അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് ഇന്നീക്വാളിറ്റി എന്ന് വിചാരിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഇന്നീക്വാളിറ്റി തിരിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെയാണെങ്കിലോ, ഇങ്ങനെയുള്ളതെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ തെറ്റല്ലേ? തെറ്റാണെങ്കിൽ നമ്മൾ ഏത് ഭാഗം സെലക്ട് ചെയ്യണം? ഒറിജിൻ്റെ നേരെ, ഒറിജിനുള്ള ഭാഗം എടുക്കാൻ പാടില്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ഭാഗം സെലക്ട് ചെയ്യും? റൈറ്റ് സൈഡ് സെലക്ട് ചെയ്യും. ഇപ്പോഴും നമ്മുടെ ഏതാണ്? ഇപ്പം നമ്മുടേത് ഇന്നീക്വാളിറ്റി ഇങ്ങനെയല്ല നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള ഇന്നീക്വാളിറ്റി ഏതാണ്? <= എന്നാണ്. അപ്പോൾ ഇത് കറക്റ്റാണ്. കറക്റ്റാകുമ്പോൾ ഒറിജിനുള്ള ഭാഗത്താണ് നമ്മുടെ ഷെയ്ഡ് വരേണ്ടത്. അപ്പോൾ ഷെയ്ഡ് വരുന്ന ഭാഗം ഒറിജിനുള്ള ഭാഗമാണ്, അപ്പോൾ ഈ ഭാഗമാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് റീജിയനും ഒരുമിച്ച് വരുന്ന പോർഷൻ എവിടെയാണെന്ന് നോക്കണം. അതായത് ഇത് ഇവിടെ താഴോട്ടും ഇവിടെ താഴോട്ടും ഒരുമിച്ച് വരുന്നുണ്ട് അല്ലേ? ഈ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള, റെക്റ്റാങ്കുലർ മീൻസ് ക്വാഡ്രിലാറ്ററൽ ഷേപ്പിലുള്ള ഈ പോർഷനിലാണ് എന്ത് വരുന്നത്? സൊല്യൂഷൻ റീജിയൻ വരുന്നത്. അപ്പോൾ നമുക്കത് മൊത്തമായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റീജിയൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന റീജിയനെ ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ട് വൃത്തിയായിട്ട് ഷെയ്ഡ് ചെയ്തെന്ന് കാണിക്കണം. അടുത്തത് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഒരു എക്സ്പ്രഷനെ എഴുതുക എന്നുള്ളത്. അതായത് ഇവിടെ ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദി സ്റ്റാൻഡേർഡ് ഫോം. എന്താണ് സ്റ്റാൻഡേർഡ് ഫോം? A+IB ഫോമിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 2 + 3i / 2 - 3i എന്നുള്ള ഒരു കോംപ്ലക്സ് നമ്പറിനെ അതിനെ A+IB ഫോമിലേക്ക് എഴുതാൻ വേണ്ടി നമ്മൾ ആദ്യം ആ കോംപ്ലക്സ് നമ്പറിനെ എണ്ണെടുക്കുന്നു. ടു പ്ലസ് 3i ഡിവൈഡഡ് ബൈ 2 - 3i. ഇവിടെ നമ്മൾ ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ഇതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 2 + 3i ആണ് 2 - 3iയുടെ കോഞ്ചുഗേറ്റ്. അതുകൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ നമുക്കൊരു ബ്രാക്കറ്റ് കൊടുക്കാം. ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുക്കാം. രണ്ട് ടേം ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഇനി നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുന്നു. അതായത് ന്യൂമറേറ്ററിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 2 + 3i ഹോൾ² ആണ്. അതിനെ നമുക്ക് ഐഡൻറ്റിറ്റി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി ഉപയോഗിക്കാം. A+B ഹോൾ² ഉള്ള ഐഡൻറ്റിറ്റി ഉപയോഗിക്കാം. അപ്പോൾ 2² + 2 × 2 × 3i 2ab + b² 3i² ഡിവൈഡഡ് ബൈ A+B × a - b. അവിടെ നമുക്കറിയാം a² - b². അപ്പോൾ 2² - 3i ഹോൾ². ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് 4 + 12i 3യുടെ സ്ക്വയർ 9, i² -1, അപ്പം -9 എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ 2² 4 ആണ്, 3യുടെ സ്ക്വയർ 9, i² മൈനസ്, അപ്പോൾ -9 + 9 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 4 - 9 ദാറ്റ് ഈസ് -5 + 12i ഡിവൈഡഡ് ബൈ 13. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ -5/13 നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു -5/13 + 12/13i. ഇങ്ങനെ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഏത് ഫോമിലേക്കായി? A+bi അല്ലെങ്കിൽ IB ഫോമിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഐഡൻറ്റിറ്റീസ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഐ ഉള്ള ടേം സ്ക്വയർ ചെയ്യുമ്പോൾ അത് i² നെഗറ്റീവ് ആകുമ്പോൾ അതിൻ്റെ ചിഹ്നം കൊടുക്കാൻ മറന്നു പോകരുത്. വളരെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാമിന് ഉണ്ടായിരിക്കും. ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം.
അടുത്ത ചോദ്യം ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം കൂടിയാണ്. ഉറപ്പായിട്ടും നമുക്ക് എക്സാമിന് ഈ ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ a+b⁴ a-b⁴ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേംസ് നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അത് ബേസിക് ഐഡിയ ആണ് ബൈനോമിയൽ തിയറത്തിൻ്റെ. നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് a+b⁴ മൈനസ് a-b⁴ ആണ്. അപ്പോൾ ആദ്യം അതിൻ്റെ എക്സ്പാൻഷൻ എഴുതി നോക്കാം. a+b⁴ ആണ്. അപ്പോൾ അതിനെ 4c0 a⁴ പ്ലസ് 4c1 a⁴ into b പ്ലസ് 4c2 a⁴ b² പ്ലസ് 4c3 ab³ ലാസ്റ്റ് ടേം 4c4 b⁴. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ. നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചതാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ, അതിനെങ്ങനെ എഴുതാമെന്നുള്ളത്. ഇനി a-b⁴ ആണെങ്കിൽ ഈ മുകളിലത്തെ ടേംസിൽ നിന്നും എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? ഓൾട്ടർനേറ്റീവ്ലി നെഗറ്റീവ് വരണം അല്ലേ, പ്ലസും മൈനസും വരണം. അപ്പോൾ അവിടെ 4c0 a⁴ മൈനസ് 4c1 a³ ഒരേ ടേമാണ്, പക്ഷേ ഓൾട്ടർനേറ്റീവ്ലി പോസിറ്റീവും നെഗറ്റീവും വരും. 4c2 a² b² മൈനസ് 4c3 ab³ പ്ലസ് 4c4 b⁴. ഇനി ആദ്യം പറഞ്ഞിരിക്കുന്നത് a+b⁴ നിന്ന് a-b⁴ മൈനസ് ചെയ്യണം. അപ്പോൾ ഈ a+b⁴ എക്സ്പാൻഷൻ്റെ അകത്ത് നിന്ന് നമ്മൾ രണ്ടാമത്തെ എക്സ്പാൻഷൻ മൈനസ് ചെയ്യുമ്പോൾ ഒരേ ചിഹ്നം ഉള്ളതൊക്കെ ക്യാൻസൽ ആയിപ്പോവും. ഡിഫറൻ്റ് ആയിട്ട് ചിഹ്നം വരുന്നത്, അതായത് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് വരുന്നത് 2 ടൈംസ് ആഡഡ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് a+b⁴ നിന്ന് a-b⁴ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാ, ഒരേപോലെയുള്ള ടേം ക്യാൻസലായി പോകും. 4c0 a⁴ മൈനസ് 4c0 a⁴ ക്യാൻസലായി പോകും. പിന്നെ ഇത് വരുന്നത് 4c1 a³ b 2 ടൈംസ് വരും. അപ്പോൾ നമുക്ക് എഴുതാം 2 ടൈംസ് 4c1 a³ b. പിന്നെ വരുന്നത് ഡിഫറൻ്റായിട്ട് ചിഹ്നം വരുന്നത് ഇവിടെയാണ് അല്ലേ, ഇത് ക്യാൻസലായി പോവും. അടുത്തത് 4c3 ab³. അപ്പോൾ 2 ടൈംസ് 4c3 ab³. അപ്പോൾ ഈ രണ്ട് ടേം മാത്രമേ വരുള്ളൂ നമുക്ക്. ബാക്കിയുള്ളതൊക്കെ മൈനസ് ചെയ്യുമ്പോൾ ക്യാൻസലായി പോകും. ഇനി നമുക്കതിനെ ഒന്ന് ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യേണ്ടത് ഇറ്റ്സ് ഈക്വൽ ടു 2 ടൈംസ് 4c1 a³ bയും 2 ടൈംസ് 4c3 ab³ ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇവിടെ 2 × 4, 4c1 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 2 × 4 8 a³ bയും ഇവിടെയോ 8 ab³ വരും. അപ്പോൾ അവിടെ കോമൺ ആയിട്ടുള്ള ടേം നമുക്ക് പുറത്തെടുക്കാം. 8ഉം എയും ബിയും പുറത്തെടുത്താൽ ഉള്ളിൽ വരുന്നത് a² പ്ലസ് b² എന്ന് ഉള്ളിൽ വരും. അതായത് 8ഉം ഒരു എയും ബിയും നമ്മൾ പുറത്തേക്ക് കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഉള്ളിൽ a² പ്ലസ് b². അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായി. പക്ഷേ ഇവിടെ തീർന്നില്ല. ഇതിൽ നമ്മളോട് പറയുന്നത് √3 പ്ലസ് √2 all⁴ മൈനസ് √3 മൈനസ് √2 all⁴. ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ എക്സ്പ്രഷൻ്റെ അതേ എക്സ്പ്രഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത് അല്ലേ. എക്ക് പകരം √3യും ബിക്ക് പകരം √2. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ആൻസറിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്ക് √3 കൊടുക്കുക, ബിക്ക് √2 കൊടുക്കുക. അപ്പോൾ കിട്ടുന്നത് 8 × √3 × √2 പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ √3² പ്ലസ് √2² ദാറ്റ് ഈസ് ഈക്വൽ ടു 8 × √6 ബ്രാക്കറ്റിൽ 5 പ്ലസ് 3 പ്ലസ് അല്ലേ, √3² അല്ലേ, അപ്പോൾ 3 പ്ലസ് √2² 2. ഇവിടെ കിട്ടുന്നത് 5 ബ്രാക്കറ്റിനുള്ളിൽ 5 വരും. അപ്പോൾ 5 × 8 40 √6 എന്ന് വരും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 4 മാർക്കിൻ്റെ ചോദ്യമാണിത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് 6 മാർക്കിൻ്റെ സെക്ഷനിൽ
സബ് ക്വസ്റ്റ്യനായിട്ട് വരാം, അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ സെക്ഷനിൽ തീർച്ചയായിട്ടും ഈ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ചോദ്യം പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്നുള്ള ചാപ്റ്ററിലാണ്. ഫൈൻഡ് ദി നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ട്രയാങ്കിൾ ഇൻ വിച്ച് ഓൾ വവൽസ് കം ടുഗദർ, ഓൾ വവൽസ് ഡു നോട്ട് കം ടുഗദർ. അപ്പോൾ ഇത് പെർമ്യൂട്ടേഷനിൽ അറേഞ്ച്മെൻറ്റ്സ് എന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് അപ്ലൈ ചെയ്യേണ്ടത് പെർമ്യൂട്ടേഷൻസ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം എത്ര അറേഞ്ച്മെൻ്റ് ഉണ്ടെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ആകെ അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് ആദ്യം പോകാം. അതായത് സബ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആകെ ഈ ട്രയാങ്കിൾ എന്ന വാക്കിനകത്തുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് എത്രയുണ്ടെന്ന് നോക്കാം. അറേഞ്ച്മെൻറ്റ്സ് എത്രയുണ്ടാവും? ആകെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 ലെറ്റേഴ്സ്. 8ഉം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആകെയുള്ള അറേഞ്ച്മെൻറ്റ്സ് 8 ഫാക്ടോറിയൽ ആയിരിക്കും. ഇനി ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതായത് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ ഓൾ വവൽസ് കം ടുഗദർ, ഈ അറേഞ്ച്മെൻറ്റ്സിൽ എല്ലാ വവൽസും ഒരുമിച്ച് വരുന്ന എത്ര അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്കറിയേണ്ടത് അല്ലേ. അപ്പോൾ എല്ലാ വവൽസും ഒരുമിച്ച് വരുന്ന അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിൾ എന്ന വാക്കിനകത്ത് ലെറ്റേഴ്സിൽ എത്ര വവൽസ് ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ അതിനകത്തുള്ള വവൽസ് I, A, E ആണ്. ഇത് മൂന്നും ഒരുമിച്ച് വരണമെങ്കിൽ നമ്മൾ ആദ്യം ഈ 3 ലെറ്ററിനെ ഒരു ബോക്സിലേക്ക് ഒരുമിച്ചെടുക്കുന്നു. ഈ ബാക്കിയുള്ള 5 ലെറ്റർ നമുക്ക് പുറത്തുണ്ടെന്ന് വിചാരിക്കും, പുറത്ത് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ആകെ ഇതിൻ്റെ എണ്ണം ഇത് ഒരുമിച്ച് വരുന്നത് കൊണ്ട് 1 എടുക്കുന്നു. 2 3 4 5 6. അപ്പോൾ ഇതിനെ എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം? ഈ 6 6 ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ലെറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ 6 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് 3 ഉണ്ട് അല്ലേ. ഈ 3ഉം ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്യണമെന്നില്ലല്ലോ. ആ 3 എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 3 ഡിഫറെൻറ്റ് ലെറ്റേഴ്സാണ്. അപ്പോൾ 3 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാം. അതും ഇതിൻ്റെ കൂടെ നടക്കണം. അപ്പോൾ 3 ഫാക്ടോറിയൽ ബേസിൽ ആ ലെറ്റേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അതും ഈ അറേഞ്ച്മെൻറ്റിൻ്റെ കൂടെ നടക്കണം. അങ്ങനെയാകുമ്പോൾ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്നുള്ള വാല്യൂയിലേക്ക് വരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസറിലേക്ക് വരിക. 6 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. നമ്മുടെ ആൻസർ 4320 ആൻസർ കിട്ടും. ഇതാണ് വവൽസ് ഒരുമിച്ച് വരികയാണെങ്കിൽ കിട്ടുന്ന ആൻസർ, അറേഞ്ച്മെൻറ്റ്സിൻ്റെ എണ്ണം. ഇനി വവൽസ് ഒരുമിച്ച് വരുന്നില്ല എങ്കിൽ എത്ര എലമെൻറ്റ്സ്, എത്ര അറേഞ്ച്മെൻറ്റ്സ് പോസിബിൾ ആണെന്ന് പറയുമ്പോൾ ആകെയുള്ള അറേഞ്ച്മെൻറ്റ്സിൽ നിന്ന് നമ്മളിത് മൈനസ് ചെയ്യണം. അതായത് ബി, അതായത് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറാണ് പറയുന്നത് വവൽസ് ഡു നോട്ട് ഒക്കർ ടുഗദർ എന്ന് പറയുമ്പം ഇൻ വിച്ച് arrangements in which vowels do not occur together. Arrangements in which vowels do not occur together. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആകെയുള്ള അറേഞ്ച്മെൻറ്റ് എത്രയാണ്? 8 ഫാക്ടോറിയൽ ആണ് അല്ലേ. അതിൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം? ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ആൻസറിനെ ഒന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുമിച്ച് വവൽസ് വരാത്ത അറേഞ്ച്മെൻറ്റ്സിൻ്റെ എണ്ണം കിട്ടുന്നത്. അവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ 36,000 എന്ന് കിട്ടും. അപ്പം ഇങ്ങനെ നമുക്കിതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതേ വേർഡ്സ് വരണമെന്നില്ല. നമുക്ക് ഈ വേർഡ്സ് ചിലപ്പോൾ മാറി വരാം. പക്ഷേ ഇതുപോലുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക. വവൽസ് ഒരുമിച്ച് വരുന്നത്, വവൽസ് ഒരുമിച്ച് വരാത്തത്, ആ ടൈപ്പിലുള്ള അറേഞ്ച്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സാമിന് നമുക്ക് ഇതുപോലുള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു ചോദ്യം കോമ്പിനേഷനകത്തുള്ള ചോദ്യമാണ്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് ഇത്. കോമ്പിനേഷൻ എന്ന ടോപ്പിക്കിലുള്ള ഒരു ചോദ്യം. ഇൻ ഹൗ മെനി വേസ് 3 റെഡ് ബോൾസ് ആൻഡ് 2 ബ്ലാക്ക് ബോൾസ് ക്യാൻ ബി സെലക്റ്റഡ് ഫ്രം എ ബാഗ് കണ്ടെയ്നിങ്
5 റെഡ് ബോൾസ് ആൻഡ് 6 ബ്ലാക്ക് ബോൾസ്. അപ്പം നമുക്ക് 5 റെഡ് ബോളും 6 ബ്ലാക്ക് ബോൾസും ഉള്ള ഒരു ബാഗിൽ നിന്ന് 3 റെഡ് ബോളും 2 ബ്ലാക്ക് ബോളും സെലക്ട് ചെയ്യണം. അപ്പോൾ സെലക്ഷൻ എന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് കോമ്പിനേഷനാണ്. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് നമുക്ക് എഴുതാം. നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു, അതായത് നമ്മൾ 5 റെഡ് ബോളിൽ നിന്ന് 3 റെഡ് ബോൾ സെലക്ട് ചെയ്യണം. അപ്പോൾ 5C 3 വേസിൽ സെലക്ട് ചെയ്യാം. പിന്നെ 6 ബ്ലാക്ക് ബോളിൽ നിന്ന് 2 ബ്ലാക്ക് ബോൾ സെലക്ട് ചെയ്യണം. അപ്പോൾ 6C 2 വേസിൽ സെലക്ട് ചെയ്യാം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കണം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം 5 × 4 × 3 ബൈ 1 × 2 × 3 അല്ലേ. 5C3യുടെ വാല്യൂ 6 × 2 6 × 5 ബൈ 1 × 2. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്കതിൻ്റെ ആൻസറിലേക്ക് വരാം. അപ്പോൾ ഇവിടെ 2 6ൽ 3 ടൈംസ് വരും. 3 ഗെറ്റ് ക്യാൻസൽ. 2 4ൽ 2 ടൈംസ് വരും. ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 5 × 2 10 × 3 30 30 × 5 30 × 5 എന്ന് പറയുമ്പം 150 വേസിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ആൻസർ 150 വരും. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ വളരെ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ സിംപ്ലിഫിക്കേഷനിലാണ് നമുക്ക് തെറ്റിപ്പോവുക. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. കാൽക്കുലേഷൻ ചെറിയ സിമ്പിൾ കാൽക്കുലേഷനാണ് നമ്മൾ കെയർലെസ്നെസ് കൊണ്ട് തെറ്റിപ്പോവുക. അപ്പോൾ അവിടെ 5 × 2 10 × 3 30 30 × 5 150. ഇവിടെ ടോട്ടൽ ആൻസർ നമ്മൾ വരുന്നത് 150 ആണ്. വളരെ സിമ്പിളായൊരു ചോദ്യമാണ്. അതിൽ 5 റെഡ് ബോളിൽ നിന്ന് 3 എടുക്കുക. അപ്പോൾ 5C3. 6 റെഡ് ബ്ലാക്ക് ബോളിൽ നിന്ന് 2 സെലക്ട് ചെയ്യാം. അപ്പോൾ 6C2. ഇത് രണ്ടും ഒരുമിച്ച് നടക്കണം നമുക്ക്. അപ്പോൾ ഇൻറ്റു കൊടുക്കുക. അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് വരിക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. മോഡൽ എക്സാമിനുണ്ട്, അതുപോലെ നമ്മുടെ മറ്റു എക്സാമിനും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യം. അപ്പോൾ എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചോദ്യം സ്ട്രെയിറ്റ് ലൈൻസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദി പോയിൻറ്റ്സ് 1 2 ആൻഡ് 2 3 2 -3. സെക്കൻഡ് പാർട്ട് ഫൈൻഡ് ഓൾസോ ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ പെർപെൻഡിക്കുലർ ടു ദി എബവ് ലൈൻ ആൻഡ് പാസിംഗ് ത്രൂ ദി പോയിൻറ്റ് -2 1. അപ്പോൾ ആദ്യം നമ്മൾ 2 പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ്റെ ഒരു ഫോർമുലയുണ്ട്. അത് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഡയറക്റ്റ് ആ ഫോർമുല എഴുതി ചെയ്യാം, അല്ലെങ്കിൽ സ്ലോപ്പ് കണ്ടിട്ട് ഒരു പോയിൻറ്റും എടുത്തിട്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു. ആദ്യത്തെ ചോദ്യത്തിൽ സ്ലോപ്പ് ഓഫ് ദി ലൈൻ എന്താ വരിക? ഏതാ ഫോർമുല കൊടുക്കുക? 2 പോയിൻറ്റിലൂടെ പോകുന്ന ലൈനിൻ്റെ സ്ലോപ്പ് y2 - y1 ബൈ x2 - x1 ഫോർമുല എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു -3 - 2 ബൈ 2 - 1. ദാറ്റ് ഈസ് ഈക്വൽ ടു -5 ബൈ 1. ഇറ്റ് ഈസ് ഈക്വൽ ടു -5. ഈ സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞു. ഒരു പോയിന്റ് നമുക്ക് 1 2 എടുക്കാം. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദി ലൈൻ എന്താ വരിക? ദെർഫോർ ഇക്വേഷൻ ഓഫ് ദി ലൈൻ y - y1 ഈക്വൽ ടു m × x - x1. ആദ്യത്തെ പോയിൻറ്റും സ്ലോപ്പും എടുത്തിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് y - 2. നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. y - 2 ഈക്വൽ ടു m നമുക്ക് കിട്ടിയത് സ്ലോപ്പ് -5 × x - 1. ദാറ്റ് ഈസ് ഈക്വൽ ടു y - 2 ഈക്വൽ ടു -5x + 5. Therefore 5x + y - 7 ഈക്വൽ ടു 0. എല്ലാ ടേമും ലെഫ്റ്റിലേക്ക് എടുക്കുക. അപ്പം 5x + y - 7 ഈക്വൽ ടു 0. അപ്പോൾ ഒരു പോയിൻറ്റും സ്ലോപ്പും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷനെ കണ്ടുപിടിക്കാം, ലൈനിൻ്റെ ഇക്വേഷൻ. ഇനി അടുത്ത ചോദ്യം ഫൈൻഡ് ഓൾസോ ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു ദി എബോവ് ലൈൻ ആൻഡ് പാസിംഗ് ത്രൂ -2 1. അപ്പോൾ ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലറും -2 1 പാസ് ചെയ്യുന്ന ഒരു ലൈനാണ് ഇനി വേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ പാർട്ടിൽ നമ്മളത് സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? സെക്കൻഡ് ക്വസ്റ്റ്യനിലുള്ള ലൈനിൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ആദ്യം പറഞ്ഞ ലൈനിന് പെർപെൻഡിക്കുലറാണ് രണ്ടാമത്തെ ലൈൻ. അപ്പോൾ സ്ലോപ്പ് എങ്ങനെ കിട്ടും? രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് ആദ്യത്തെ ലൈനിൻ്റെ സ്ലോപ്പിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കലാണ്. അപ്പോൾ -1/5, അതായത് 1/5 ആയിരിക്കും സ്ലോപ്പ്. ഈ പോയിൻ്റ് നമുക്ക് തന്നിട്ടുണ്ട് -2 1 എന്ന് പറയുന്ന പോയിൻ്റ്.
അപ്പോൾ സ്ലോപ്പും പോയിൻറ്റും കിട്ടിയാൽ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാമല്ലോ. ദെർഫോർ ഇക്വേഷൻ ഓഫ് ദി ലൈൻ എന്താണ്? പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. അപ്പോൾ പോയിൻ്റ് നമുക്ക് -2 1 ആണ്. അപ്പോൾ y മൈനസ് 1 ഈക്വൽ ടു 1/5 ഇൻറ്റു എക്സ് മൈനസ് -2, ദാറ്റ് ഈസ് x പ്ലസ് 2. ദെർഫോർ 5y മൈനസ് 5 ഈക്വൽ ടു എക്സ് പ്ലസ് 2. അപ്പം നമുക്കതിനെ എക്സ് ഉള്ള ടേമിനെ ലെഫ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ റൈറ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ, എക്സ് 5y മൈനസ് 5നെ റൈറ്റിൽ എടുക്കുകയാണെങ്കിൽ എക്സ് മൈനസ് 5y, എക്സ് മൈനസ് 5y, പിന്നെ +2 + 5, +2 + 5 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് മൈനസ് 5y + 7 ഈക്വൽ ടു 0. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനായിട്ട് വരിക. അപ്പോൾ y മൈനസ് 1 ഞാൻ 5 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5y മൈനസ് 5 ഈക്വൽ ടു എക്സ് പ്ലസ് 2. അപ്പോൾ 5y മൈനസ് 5 നമ്മൾ റൈറ്റിലേക്ക് എടുത്താൽ എക്സ് പ്ലസ് 5y, എക്സ് മൈനസ് 5y + 7 ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനായി. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. അടുത്തതായി സീക്വൻസ് ആൻഡ് സീരീസിലുള്ള ഒരു ചോദ്യമാണ്. അതായത് നമുക്കൊരു 95% ചോദ്യപേപ്പറിൽ ഉണ്ടാവുമെന്ന് കരുതുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫൈൻഡ് ദി സം ടു n ടേംസ് ഓഫ് ദി സീരീസ് 5 + 55 + 555 + എക്സെട്ര. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ 5 എന്നുള്ള നമ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് 7, 4, 6 ഏത് നമ്പർ വേണമെങ്കിലും ഇതിൽ വരാം. അപ്പോൾ എല്ലാം ഒരേ ടൈപ്പിലാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ SN എന്ന് വിളിക്കാം. ഈ സമ്മിനെ SN ഈക്വൽ ടു 5 + 55 + 555 + എക്സെട്ര. ഇതാണ് നമ്മുടെ സമ്മ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് 5 പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഉള്ളിൽ വരുന്നത് 1 + 11 + 111 + എക്സെട്ര വരും അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 9 കൊണ്ട് പുറത്ത് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഉള്ളിൽ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 9 + 99 + 999 + എക്സെട്ര. 9 കൊണ്ട് ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്തു, പുറത്ത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കോമ്പൻസേറ്റ് ചെയ്തു നമ്മളതിനെ. ഇനി ഉള്ളിലുള്ള 9നെ 10 - 1 എഴുതുക, 99നെ 100 - 1 എഴുതുക. അങ്ങനെ എല്ലാ നമ്പേഴ്സിനെയും 10ൻ്റെ മൾട്ടിപ്പിൾസും അതിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാം. 10 അതായത് 10ൻ്റെ പവേഴ്സിൻ്റെ 1 കുറക്കുന്ന രീതിയിൽ എഴുതാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതാം? 5/9 ഇതിനകത്ത് 10 - 1 എഴുതാം, പിന്നെ 100 - 1 എഴുതാം, പിന്നെ 1000 - 1 എഴുതാം, + എക്സെട്ര ഇങ്ങനെ വരും. ഇനി നമ്മൾ 5/9 പുറത്ത് തന്നെ നിൽക്കട്ടെ. 5/9നെ നമുക്ക് പുറത്ത് എഴുതാം. 10ൻ്റെ പവേഴ്സിനെ ആദ്യം ഒന്ന് ചേർത്ത് വെക്കുക. 10, 100, 1000 അങ്ങനെ അതൊക്കെ നമ്മൾ ഒരുമിച്ചെടുക്കുന്നു. അതുപോലെ -1 -1 -1 n ടൈംസ്, n ടേംസിന് സമ്മായതുകൊണ്ട് n ടൈംസ് വരുമ്പം അത് ആഡ് ചെയ്യുമ്പോൾ -1 n ടൈംസ് ആഡ് ചെയ്യുമ്പോൾ -n ആവും. ഇനി 5/9 10ൻ്റെ പവേഴ്സിൽ 10, 10² ഇങ്ങനെ വരിക അല്ലേ. 10³ + എക്സെട്ര. അതൊരു GP ആണ്. അത് GPയുടെ n ടേംസിൻ്റെ സമ്മാണ്. അപ്പോൾ നമുക്ക് GPയുടെ ഫോർമുല എവിടെ ഉപയോഗിക്കാം? ഇത് GPയിലാണ് ടേംസ് വരുന്നത്. അപ്പോൾ GPയുടെ സം ടു n ടേംസ് ഓഫ് എ GPൻ്റെ ഫോർമുല നമുക്കിവിടെ ഉപയോഗിക്കാം. അപ്പോൾ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വരുന്നത് 5/9 ഇൻറ്റു, അവിടെ ഫസ്റ്റ് ടേം A 10 ആണ്, കോമൺ റേഷ്യോയും 10 ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ A ഇൻറ്റു, അതായത് 10 ഇൻറ്റു r⁻n, അപ്പോൾ 10⁻n -1 ബൈ 10 - 1 അതായത് 9. പിന്നെ നമ്മുടെ -n, നേരത്തെയുള്ള -n അവിടെ എഴുതണം. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇതിനെ നമുക്കൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 50/9 × 9 81 ഇൻറ്റു 10⁻n - 1 അതൊരു ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുക. പിന്നെ 5/9 × n, ദാറ്റ് ഈസ് 5/9n. ഇതാണ് അതിൻ്റെ
ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ഇപ്പോൾ 5 എന്നുള്ള നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ കിട്ടുന്നു. ഇനി 7 ആണെങ്കിൽ ഈ 5ൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 7 വരും. ബാക്കി എല്ലാ സ്റ്റെപ്സും ഒരേപോലെയാണ് നമ്മളിതിൽ ചെയ്യേണ്ടത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം കൂടി നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 10ാമത്തെ ചോദ്യമായിട്ട് നമുക്കിതെടുക്കാം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഒരു ചോദ്യം കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിലെ എലിപ്സിൽ നിന്നാണ്. ഫൈൻഡ് ദി ഫോക്കൈ, വെർട്ടീസസ്, എക്സെൻട്രിസിറ്റി ആൻഡ് ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം ഓഫ് ദി എലിപ്സ് x² + y² / 100 = 1. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു എലിപ്സിൻ്റെ ഇക്വേഷൻ കിട്ടുമ്പോൾ അത് ഏത് ടൈപ്പിലുള്ള എലിപ്സ് ആണെന്ന് തിരിച്ചറിയണം. അപ്പോൾ ആദ്യം നോക്കേണ്ടത് ഈ ഡിനോമിനേറ്ററിലുള്ള നമ്പേഴ്സിൽ വലിയ നമ്പർ y² താഴെയാകുമ്പോൾ അത് രണ്ടാമത്തെ ടൈപ്പ് എലിപ്സാണ്. വലിയ നമ്പർ x² താഴെയാണെങ്കിൽ അത് ആദ്യത്തെ ടൈപ്പ് എലിപ്സാണ്. അപ്പോൾ ഈ തന്നിട്ടുള്ള എലിപ്സിൻ്റെ ഇക്വേഷൻ നോക്കിയിട്ട് നമുക്ക് പറയാം ഇത് രണ്ടാമത്തെ ടൈപ്പ് എലിപ്സാണ്. രണ്ടാമത്തെ ടൈപ്പ് എലിപ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മേജർ ആക്സിസ് y ആക്സിലായിരിക്കും. അതായത് നമുക്കതിനെ റഫായിട്ടൊരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ആകൃതി ഏകദേശം ഇതുപോലുള്ളൊരു ആകൃതി ആയിരിക്കും അല്ലേ. അത് y ആക്സിലാണ് അതിൻ്റെ മേജർ ആക്സിസ് വരുന്നത്. അതായത് y ആക്സിസ് ആണ് മേജർ ആക്സിസ് ആയിട്ട് വരുന്നത്. ഇത് x ആക്സിസ്. അപ്പോൾ ഇവിടെ y ആക്സിലായിരിക്കും അതിൻ്റെ ഫോക്കസും വെർട്ടിസസും ഒക്കെ y ആക്സിലുള്ള പോയിൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുന്നു. Therefore, we can write first the standard equation x² / b². അല്ലേ, സെക്കൻഡ് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വരുന്നത് x² / b², y² / a² = 1. And compare the standard equation with the given equation. Therefore, a² = 100, b² = 25. അപ്പോൾ a കിട്ടുന്നു, a 10 ആണ്, b എന്താണ് 5 ആണ്. ഇനി c കണ്ടുപിടിക്കാം നമുക്ക്. c കണ്ടുപിടിക്കുമ്പോൾ √(a² - b²) ഫോർമുല കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. √(100 - 25) ദാറ്റ് ഈസ് ഈക്വൽ ടു √75. അപ്പോൾ നമുക്ക് c കിട്ടുന്നുണ്ട്. c എന്താണ് കിട്ടിയത്? c = √75. അത് നമുക്ക് വേണമെങ്കിൽ √75നെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. √3 × 25 ആണ്. അതായത് 5√3 എന്ന് വരും അല്ലേ. സിയുടെ വാല്യൂ 5√3 ആണ്. അപ്പോൾ c = 5√3. അപ്പോൾ സിയുടെ വാല്യൂ 5√3 ആണെങ്കിൽ നമുക്ക് ഫോക്കൈ എഴുതാം അല്ലേ. ഫോക്കൈ എന്താണ്? ഫോക്കൈയുടെ ഇക്വേഷൻ. ഫോക്കസ് നമുക്കറിയാം y ആക്സിലാണ് ഫോക്കസ് ഉള്ളത്. അപ്പോൾ പോയിൻ്റ് ഓർമ്മിക്കുക. ഫോർമുല എഴുതാം 0 ± c. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 0 ± 5√3 എന്ന് എഴുതാം. അപ്പോൾ 0 ± 5√3 ഫോക്കൈ കിട്ടും. ഇനി വേർട്ടിസസിൻ്റെ ഫോർമുല 0, അതും y ആക്സിലായതുകൊണ്ട് 0 ± a. x ആക്സിലാണെങ്കിൽ നമ്മളെങ്ങനെ എടുക്കും? ± a0 എന്ന് എടുക്കണം. അപ്പോൾ ഏത് ടൈപ്പ് എലിപ്സ് ആണെന്ന് തിരിച്ചറിഞ്ഞാലേ അത് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 0 ± a ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ± എയുടെ വാല്യൂ ഇവിടെ 10 ആണ്. അപ്പോൾ 0 ± 10 വെർട്ടിസസ്. ഇനി എക്സെൻട്രിസിറ്റിക്കുള്ള ഫോർമുല E = c/a ദാറ്റ് ഈസ് ഈക്വൽ ടു 5√3 / 10. നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ √3/2. അപ്പോൾ √3/2 ആണ് എക്സെൻട്രിസിറ്റി വരുന്നത്. ദെൻ ഇനി എന്താ വേണ്ടത്? ഇനിയുള്ളത് നമുക്ക് ലാറ്റിസ് റെക്ടമാണ്. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം നമുക്ക് വരുന്നത് ഫോർമുല 2b² / a ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × b² 25 / a is 10. സിംപ്ലിഫൈ ചെയ്താൽ 2 × 10 5 times, then 5 × 25 5 times. The answer is 5. അപ്പോൾ ലെങ്ത് ഓഫ് ദി ലാറ്റിസ് റെക്ടം 5 ആണ്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, തെറ്റാതെ ഇത് ചെയ്യാൻ എന്താണ് വേണ്ടതെന്ന് ആദ്യം ഓർമ്മിക്കാം. ആദ്യം നമ്മൾ ഈ ഇക്വേഷനെ നന്നായിട്ട് നമ്മളതിനെ ഒന്ന് പരിശോധിച്ച് അത് ഏത് ടൈപ്പിലുള്ള എലിപ്സ് ആണെന്ന് തിരിച്ചറിയാം. അതിൻ്റെ ഒരു റഫ് ഫിഗർ അവിടെ സൈഡിൽ വരച്ചാൽ നമ്മുടെ ഉത്തരങ്ങളൊന്നും ഒരിക്കലും തെറ്റിപ്പോകാൻ സാധ്യതയില്ല. അതിൽ ഫോക്കൈയും
അതിൻ്റെ വെർട്ടിസസ് ഒക്കെ ഏത് ആക്സിസിലാണ് വരുന്നതെന്ന് ആദ്യം തിരിച്ചറിയണം. എന്നാൽ നമുക്ക് ഫോർമുലയിലേക്ക് കൃത്യമായിട്ട് പോകാൻ സാധിക്കും.